തൃക്കാക്കര എം.എൽ.എ. ഉമാ തോമസിൻ്റെ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ച് തൃക്കാക്കര നഗരസഭയുടെ 11ാം ഡിവിഷനിൽ നിലംപതിഞ്ഞ മുകളിൽ നിർമ്മിച്ചിട്ടുള്ള സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം തൃക്കാക്കര എം.എൽ.എ. ഉമാ തോമസ് നിർവഹിച്ചു. അങ്കണവാടി കെട്ടിടത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിർമ്മിച്ചിട്ടുള്ള വാർഡ് സഭാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എറണാകുളം എം.പി. ഹൈബി ഈഡൻ നിർവഹിച്ചു. എല്ലാ ആൾക്കാരും എമ്മോ വീണ്ടും ഇവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ സാങ്കേതിക വശാൽ അദ്ദേഹത്തിന് അതിന് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിതാപാടാവുമല്ലോ സാങ്കേതികത്വം. കാരണം എം.ഒ. വർഗീസ് അദ്ദേഹത്തിൻ്റെ വാർഡിൽ ലക്ഷം വീട് കോളനികൾ, പഴയ കോളനി വീടുകൾ, ലൈഫ് ഭവന പദ്ധതിയും തൃക്കാക്കര നഗരസഭയും CSR ഫണ്ടുമെല്ലാം ഉപയോഗിച്ച് വളരെ മനോഹരമായി ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരു ഭവന പദ്ധതിയുടെ എക്സിക്യൂഷൻ നടത്തും. ഈ രണ്ട് കെട്ടിടവും താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും ഏറ്റവും നന്നായിട്ട് നമ്മളുടെ ഈ ഡിവിഷനിൽ ഉപകാരപ്രദമായ രീതിയിൽ ഇത് ഉപകരിക്കട്ടെ. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് അംഗൻവാടിയിൽ ആദ്യം അക്ഷരം പഠിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്കും, അതുപോലെ തന്നെ ഇവിടെ വാർഡ് സഭ മീറ്റിംഗൊക്കെ നടത്താനും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. തൃക്കാക്കര നഗരസഭയിൽ ഒരു കൗൺസിലറായി വന്നതിന് ശേഷം ഈ അങ്കണവാടി, നമ്മുടെ 69 നമ്പർ അങ്കണവാടിയാണിത്. ഈ അങ്കണവാടി ഇതിൻ്റെ ബഹുമാനിയായ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 30 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ അങ്കണവാടി സ്മാർട്ട് അങ്കണവാടിയായിട്ട് നിർമ്മിച്ചു. ഇതിൻ്റെ മുകളിൽ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് 40 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് വാർഡ് സഭാ കേന്ദ്രവും ഉപയോഗിച്ചു. ഈ അങ്കണവാടി AC അങ്കണവാടിയാണ്. അതുപോലെ വാർഡ് സഭാ കേന്ദ്രവും AC അങ്കണവാടിയാണ്. അതോടൊപ്പം തന്നെ ഇത് നവോദയ മഹിളാ സമാജം ഇതിൽ 10 സെൻറ്റ് ഭൂമി നഗരസഭയ്ക്ക് സൗജന്യമായി കൈമാറിക്കൊണ്ട് അവിടെ ബഹുമാനായ MP ശ്രീ ഹൈബി ഈഡൻ്റെ 70 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്മാർട്ട് അങ്കണവാടിയും ഒരു മഹിളാ സമാജവും ഒരു ലൈബ്രറി റൂം നിർമ്മിക്കുകയുണ്ടായി. ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷവാനാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നപ്പോൾ ഒരു പഴയകാല ലക്ഷം വീടുണ്ടായിരുന്നു. പഴയ ലക്ഷം വീടുകൾ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ലക്ഷം വീടുകൾ, ആ കാലപ്പഴക്കത്താൽ ദ്രവിച്ചിരുന്ന വീടുകളെല്ലാം ഒറ്റ വീടുകളാക്കി പണിതു. ആ ഒറ്റ വീടുകളാക്കി നിർമ്മിച്ച് 17 വീടുകൾക്ക് ഒരു ചുറ്റുവട്ടം മതിലൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബൃഹത്തായൊരു പദ്ധതിയായിട്ട് ഞാൻ കാണുന്നു. ആ 17 വീട്ടുകാർക്ക് വീട് വെച്ച് കൂടാണ്ട് ഒരു വീട് കൂടി ഞാനൊരു ഈ വാർഡിൽ തന്നെ 18ാമത്തെ വീട് എൻ്റെ പൂർത്തീകരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് ഈ അങ്കണവാടി കെട്ടിടത്തിൽ അത് 50 വർഷം പഴക്കമുണ്ട് ഈ ഞാൻ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്. ആ കെട്ടിടത്തിൽ പണ്ട് കാലത്ത് വന്നിരുമ്പോഴത്തേക്കും നമ്മളൊന്നും അങ്കണവാടി പഠിക്കാൻ വേണ്ടി പോയിട്ടില്ല, പക്ഷേ ഉപ്പാവ് തിന്നാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പഴക്കം ചെന്ന കെട്ടിടമായിരുന്നു. എത്രയും കൊല്ലം 50 കൊല്ലക്കാലം നിന്നിരുന്നു. പഴയ അന്നത്തെ ഒരു 3-4 വ്യക്തികൾ ശരിക്കും പറഞ്ഞാൽ 500 രൂപ വെച്ച് പിരിവെടുത്താണ് ഈ സ്ഥലം മേടിച്ചത്. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. ആ കെട്ടിടം ഇന്ന് മനോഹരമായി നിർമ്മിച്ച് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഇത്ര നല്ലൊരു അങ്കണവാടിയായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞ് ഇതും 70 നമ്പർ അങ്കണവാടിയും ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. അത്തിക്കാലിപ്പാലം 1,15 ലക്ഷം രൂപ കൊടുക്കൊണ്ട് അത്തിക്കാലിപ്പാലം നിർമ്മിച്ചു. അത് ഈ 27-ാം തീയതി കൂടി എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൂടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ രാജഗിരി ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തുക 56 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം അധികം വൈകാതെ തന്നെ തുടങ്ങും.
ഈ വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ഡ്രെയിനേജുകൾ അങ്ങനെ തുടങ്ങി ചെന്നൈ റോഡുകൾ, അന്നക്കാത്ത് റോഡ്, ആഞ്ഞിക്കാത്ത് റോഡ് ഇതെല്ലാം വളരെ ഉയർത്തി, പാടത്തിരുന്ന റോഡുകളാണ്, ഇതിന് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി എല്ലാം ഉയർത്തി ഏകദേശം 1.5 കോടി രൂപയോളം വെച്ച് ഒരു റോഡിന് വന്നിട്ടുണ്ട്. അതെല്ലാം ഉയർത്തി നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തികച്ചും 5 കൊല്ലക്കാലം കൊണ്ട് വളരെ സന്തോഷവാനായിട്ടാണ് ഞാനിവിടെ ചെന്ന് നിൽക്കുന്നത്. കാരണം ഇത്രയും പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എന്നെ MLA സഹായിച്ചു, MP സഹായിച്ചു, നഗരസഭ മുൻ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ സഹായിച്ചു, രാധാമണിപ്പിള്ള സഹായിച്ചു, മറ്റ് കൗൺസിലർമാരുടെ സഹായവും എനിക്കുണ്ടായിട്ടുണ്ട്. എന്നോടൊപ്പം ചെന്നൈ പ്രവർത്തിച്ച ആശാ വർക്കറുണ്ട്, അതുപോലെ ചെന്നൈയിൽ 2 അംഗനവാടി ടീച്ചർമാരുണ്ട്. ഇവരോടെല്ലാവരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇത്രമാത്രം ബഹുത്താരിയിൽ നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ 2 അംഗനവാടിയും വലുതാക്കി നല്ല രീതിയിൽ പണിയാനായിട്ട്, സ്മാർട്ടാക്കി പണിയാനായിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്.